വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ ഓർത്തു ഒന്ന് ഫോറം മാളിൽ പോകാമെന്ന്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവറേ ഉള്ളൂ ഫോറം മാളിൽ എത്താനായിട്ട്. അമ്മയും 2 ദിവസം എൻ്റെ ഒപ്പം നിൽക്കാൻ വന്ന സമയമായതുകൊണ്ട് പിന്നെ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ടു വീലറിൽ പോക്ക് നടക്കില്ല. ഞങ്ങൾ സാധാരണ ടു വീലറിലാണ് പോവാറ്. അപ്പോൾ കാറിൽ കയറിയപ്പോൾ നിലുബേബിക്ക് എന്തൊക്കെയോ ഒരു തോന്നലായിരുന്നു. അവൾക്ക് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത്തിരി മഴയ്ക്ക് ഒരു ചെറിയൊരു കുറവുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങളെത്തി ഫോറം മാളിൽ. കാറിലായതുകൊണ്ട് പിന്നെ മഴ കാരണം അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോറം മാളിലെത്തി. അകത്ത് ആദ്യം തന്നെ മക്കൾ ഓടിപ്പോവായിരുന്നു. അവർക്ക് നീലു ബേബിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടാനും കളിക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര താല്പര്യം. അപ്പം ഞാനും അമ്മയും കൂടി പതുക്കെ പുറകെ കൂടി കയറി. അവർ ഫസ്റ്റ് അച്ഛനും മക്കളും കൂടി ആദ്യം തന്നെ പോയി. അപ്പം നിയാമോളാണ് നീലു ബേബിനെ എടുത്തുകൊണ്ട് നടന്നത്. അപ്പോൾ അവൾക്കാണെങ്കിൽ താഴെ നിന്നാൽ മതി, ആരുടെയും കയ്യിലിരിക്കേണ്ട, ഓടി നടന്നാൽ മതി. പക്ഷേ ആ ഫ്ലോർ അത്ര സേഫ് അല്ലല്ലോ. നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകും നമ്മൾ വലിയ ആൾക്കാർക്ക് പോലും അത്രയും നന്നായിട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടിയുടെ കാര്യം പറയണ്ട. അതുകൊണ്ട് പിന്നെ കൂടുതൽ സമയം ഞങ്ങളുടെ അടുത്തുകൊണ്ട് തന്നെയാണ് നടന്നത്. അപ്പം നേരെ ഫണ്ടൂറയിലോട്ടാണ് പോയത്. ഫണ്ടൂറയിൽ സോറി, ഫണ്ടൂറയല്ല, ഫണ്ടൂറ ലുലുവിലാണ്. ഇപ്പം നേരെ കുട്ടികളുടെ പ്ലേ ഏരിയയിലോട്ട് വന്നു. അവരെ കുറച്ച് നേരം ഇതിലൊക്കെ കുറച്ച് ഗെയിംസിലൊക്കെ കയറ്റി കളിപ്പിച്ചു. അപ്പം ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെയും ഓർത്തു വേണ്ട, അവരെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് ഒന്ന് ഹാപ്പി ആക്കിയിട്ട് ഫുഡ് കഴിക്കാം, ഫുഡ് കോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങുകയാണ് താഴോട്ട്. ഫുഡ് കോർട്ട് നമ്മൾ ഹൈപ്പറിലോട്ടാണ് പോകണം, ലുലു ഹൈപ്പറിലോട്ടാണ് പോണത്. എപ്പോൾ ഹൈപ്പറിൽ വന്നാലും പപ്പ ആദ്യം പോണത് നേരെ ഫിഷിൻ്റെ സെക്ഷനിലോട്ടാണ്. ഇച്ചിരി മീനിൻ്റെ വട്ടമുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഇവിടെ നമ്മൾ കഴിക്കാത്ത കാണാത്ത ഒരുപാട് ടൈപ്പ് മീനുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പോയി ജസ്റ്റ് ഒന്ന് നോക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് വന്നു. അപ്പോൾ ചിക്കൻ വാങ്ങാമെന്നാണ് വിചാരിക്കണം, ഒരു ഫുൾ അൽഫാം. പിന്നെ ഞാൻ എപ്പോൾ വന്നാലും വാങ്ങിക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ബക്ലാവ. ഒരു അറബിക് സ്വീറ്റാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി വില കൂടിയൊരു ഐറ്റമാണ്, എന്നാലും ഞാനത് വാങ്ങിക്കാറുണ്ട് എപ്പോഴും. പിന്നെ ഞങ്ങൾ വാങ്ങിച്ച കുറച്ച് മലബാർ ബിരിയാണി വാങ്ങിച്ചു, ചിക്കൻ കറി വാങ്ങിച്ചു, ഒരു അൽഫാം വാങ്ങിച്ചു. പിന്നെ കുറച്ച് അപ്പം, പിന്നെ ചപ്പാത്തി, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ സ്വീറ്റായിട്ട് ബക്ലാവയും പിന്നെ ഒരു മാംഗോ മിൽക്ക് കേക്കുമാണ്. ഇപ്പം മാംഗോ സീസൺ ആയതുകൊണ്ട് തന്നെ മിൽക്ക് കേക്ക് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ വില ഇച്ചിരി കൂടുതലാണ് എങ്കിലും ഓക്കെ, അത്യാവശ്യം ഓക്കെ, കൊള്ളായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ഡിഷും ഞാനാട്ടോ ഫസ്റ്റ് ട്രൈ ചെയ്തത്. ഇപ്പോൾ ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എല്ലാവർക്കും പപ്പയാണ് സെർവ് ചെയ്തത് ഫുഡ്. അത് ഞാൻ അപ്പവും ചിക്കനുമാണ് എടുത്തത് ആദ്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കൊള്ളായിരുന്നു. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു, നമുക്ക് കുറ്റം പറയാനില്ല. പക്ഷേ ആ ബർഗർ മാത്രം കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ